ശിവ, അത് കണ്ടോ? ഇതുവരെ ഇങ്ങനെ ഒരാൾ ഇവിടെ പറക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അല്ല, ഇയാൾ എന്തിനാ ഇവിടെ സ്കൈ ഡൈവിംഗ് ചെയ്യുന്നത്? നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ? ഈ കുട്ടി എവിടെ നിന്നാണ് വന്നത്? ഇവനെ കണ്ട എന്റെ പുറകിൽ വരുന്നത് പോലെയുണ്ടല്ലോ. സ്വാഗതം ബോസ്. ഞങ്ങളെല്ലാവരും ബോസിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ബോസ് ഒരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, അത് കൊണ്ടുവന്നോ? ആ, കൊണ്ടുവന്നു. ഇനി നോക്കിക്കോ നിങ്ങള് എല്ലായിടത്തും ഞാൻ എങ്ങനെ മോഷണം നടത്തുന്നു. എന്റെ പേരാണ് മക്കോദ. ഞാൻ കഴിക്കും പക്കോദ. എല്ലാവരുടെയും സാധനം മോഷ്ടിക്കും, കുറച്ചൊതുക്കും, കുറച്ച് പൊളിക്കും. എല്ലാവരും വേഗം ഇതെടുക്ക്. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. പോപ്പട്ട് സിംഗ്, നമ്മളെല്ലാവരും ഇനി ഒരുമിച്ച് വേണം അറ്റാക്ക് ചെയ്യാൻ. വരൂ വരൂ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? 1 കിലോ സപ്പ. ഇതാ പിടിക്കൂ. രസിക്കൂ രസിക്കൂ, ഇത് ഞാൻ ഒരിക്കലും ചെയ്യൂല. എന്നെ രസിക്കൂ. നന്നായിട്ടുണ്ട് പോപ്പട്ട് സിംഗ്. വേഗം ലിക്വിഡ് റിലീസ്. രക്ഷിക്കൂ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. അങ്ങോട്ടാണ് ഓർഡർ, ഒരു പിടിയില്ലല്ലോ. അയ്യോ, ആരെങ്കിലും എന്നെ വീണെന്ന് കാണിച്ചു തരുമോ? ഓടിക്കോ ഓടിക്കോ, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. വേഗം ഓട്, ഓടി രക്ഷപ്പെട്. ഇതെന്തോ സാധനം വന്നിരിക്കുന്നത്. വേഗം ഓടി രക്ഷപ്പെട്. എന്റെ പേര് മക്കോട. ഞാൻ തിന്നും പക്കോട. എല്ലാ സാധനങ്ങളും ഞാൻ മോഷ്ടിക്കും, കുറച്ചൊതുക്കും, കുറച്ച് പൊളിക്കും. അങ്കിൾ,
മുത്തശ്ശന് എന്താ പറ്റിയത്? മുത്തശ്ശ, ഇതെന്ത് പുതിയ രാഗ? എന്ത് പറയാനാ മോനെ? ഓ ജയന്റ് സ്പൈഡർ വന്ന് അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എന്റെ കാറ് നാശമാക്കി. ഞാൻ പോട്ടെ. രേബ, നമുക്കൊന്ന് നോക്കാം ഈ ജയന്റ് സ്പൈഡർ എവിടുന്നാ വരുന്നെന്ന്. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതുപോലുള്ള എട്ടുകാലി വന്നു. ഞാൻ എന്നിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വലിച്ചൊരു ഏറ് കൊടുത്തു. ശിവ, ഇത് നേരായിട്ടും ജയന്റ് സ്പൈഡർ തന്നെയാണല്ലോ. ആദി, നീ നേരത്തെ പറഞ്ഞതുപോലെ ഈ എട്ടുകാലിനെ വലിച്ചെറിയാൻ നോക്കു. വേഗം ചെല്ല്. നീ കളിയാക്കല്ലേ? എന്നാലും ഞാനതിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ പോകുവാണ്. കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇത് ഏലിയൻസ് ആണെന്നാണ്. നമ്മളെല്ലാവരും അടിമകളാക്കി ഇത് കൊണ്ടുപോകും. എട്ടുകാലിയുടെ നെറ്റ് ശരിക്കുള്ളതല്ലെന്ന് തോന്നുന്നു. ഇത് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതുപോലെയുണ്ടല്ലോ. നിങ്ങളെല്ലാരും കൂടെ പേടിച്ചിട്ട് എങ്ങോട്ടായി ഓടിപ്പോണേ? നിങ്ങളൊരു പോലീസല്ലേ, എന്നിട്ട് നിങ്ങൾ കരഞ്ഞുകൂടെ സിറ്റിയിൽ സ്പൈഡർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്? എന്ത് സ്പൈഡർ അറ്റാക്കോ? അതിനെ പേടിച്ചിട്ടാണോ ജനങ്ങളിങ്ങനെ ഓടിപ്പോന്നത്? നിങ്ങൾ രണ്ടാള് വെറുതെ ഇങ്ങനെ എന്തിനാ പേടിച്ചു ഓടുന്നേ? പുറകെ നോക്കിയേ. എന്ത് പുറകെ? പുറകെ ആരാ ഉള്ളത്? പറ. ആരാണെങ്കിലും മുമ്പിലോട്ട് വരാൻ പറ. എന്താണത്? രക്ഷിക്കണേ, എല്ലാരെയും ഒന്ന് രക്ഷിക്കണേ. എല്ലാവരും കേൾക്കേണ്ട ഒരു പ്രധാന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ വേദ നഗരത്തിൽ രാക്ഷസ എട്ടുകാലികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ എട്ടുകാലികൾ പല ജ്വല്ലറി ഷോപ്പുകളിൽ നിന്നും പല ബാങ്കുകളിൽ നിന്നും ജനങ്ങളെ പേടിപ്പിച്ച് എല്ലാം അപകടപ്പെടുത്തി സകലതും മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. ഇന്ന് രാത്രി 8 മണിക്ക് കാണാൻ മറക്കരുത്. മുത്തശ്ശി, ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ. ശിവ, നീ എന്താണ് നോക്കുന്നത്? അതായത് ഈ എട്ടുകാലിയുടെ നെറ്റ് ശരിക്കുള്ളതല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ? ഇത് ശരിക്കുള്ള എട്ടുകാലിയാണെങ്കിൽ ജ്വല്ലറി ഷോപ്പിലും ബാങ്കിലേക്കും ഒന്നും പോവില്ലല്ലോ. അവിടെയുള്ള സാധനങ്ങളൊക്കെ കാണാതെയും പോയിട്ടുണ്ട്. ശരി, നമുക്ക് ലഡു സിംഗ് സാറിനോട് സംസാരിക്കാം. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്നാ ശരി ശിവ, നീ പറയുന്ന പ്ലാനിനനുസരിച്ച് ഞങ്ങള് ഗണ്ണൊക്കെ എടുത്ത് തയ്യാറായിട്ട് നിൽക്കാം. യെസ്, റെഡി. അഥവാ അവരുടെ വായിന്ന് വരുന്ന കെമിക്കലോ വെബ്സിനെയോ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുമായി നമുക്ക് ഏറ്റുമുട്ടാൻ എളുപ്പമായിരിക്കും. കൊള്ളാം, നല്ല ഐഡിയ. ചിലപ്പോ നിനക്ക് വിശ്വാസം വരില്ലായിരിക്കാം. നിനക്കറിയോ ശിവ, ഇത് തന്നെയാണ് ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. നമ്മള് രണ്ടുപേരും ഒരേപോലെ ആലോചിക്കുന്നത് അല്ലേ ശിവ? ആ എട്ടുകാലികളൊക്കെ എങ്ങനെ ട്രാപ്പ് ചെയ്യണമെന്ന് ആ സ്ഥലത്ത് ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഗമ്മ് നിറച്ച ഗണ്ണുമായി റെഡി ആയിരിക്കണം. ഇനി ഡ്യൂപ്ലിക്കേറ്റ് എട്ടുകാലിക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. ഓടിക്കോ, ഓടിക്കോ, രാക്ഷസൻ എട്ടുകാലി വരുന്നു. രക്ഷപ്പെടൂ, രക്ഷപ്പെടൂ. രാക്ഷസൻ എട്ടുകാലി വന്നിരിക്കുന്നേ, രക്ഷിക്കണേ.
ശിവ ഒരു മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്നെ പുറത്തേക്ക് എടുക്കാം. പേര് മക്കോട, ഞാൻ കഴിക്കും പക്കോട. എല്ലാം മോഷ്ടിക്കും, കുറച്ചൊതുക്കും, കുറച്ചു പൊളിക്കും. വേഗമാവട്ടെ, എല്ലാം അങ്ങ് എടുക്ക്. ആ കുട്ടി രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ പുറകെ വരുന്നത്. ഇൻസ്പെക്ടർ സർ, ബാങ്കിന്റെ അടുത്തുള്ള വാലി റോഡിൽ കൂടി ഞാൻ ആ സ്പൈഡേഴ്സെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരണം. ഓക്കെ ശിവ. ലഡു സിംഗ് സർ, ഈ എട്ടുകാലികൾക്ക് എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിച്ചു. ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ശരി ശിവ. ഓക്കെ ശിവ, നീ വിഷമിക്കണ്ട. ഞാനുള്ളിടത്തോളം കാലം നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ശിവ. ഓ, ബോസ്, നമുക്ക് ഇവിടെ തേക്കരിയെങ്കിലും രക്ഷപ്പെടണം. ആ കുട്ടി നമ്മളെ വിടുന്ന ലക്ഷണമല്ല, പുറകെ കൂടിയിരിക്കുക. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കുട്ടിന്നല്ലെങ്കിൽ പിന്നെ എന്താ വിളിക്കേണ്ടത്? ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവനെ. അവൻ നമ്മുടെ രഹസ്യമെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഒന്ന് നിൽക്ക്. അവൻ ഓടുന്നതിന് പകരം എന്താ നിന്ന് കളഞ്ഞത്? എന്തോ ഒരു പ്രശ്നമുണ്ട്. നിന്റെ താഴെ എന്തോ ഒന്ന് ഒട്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് അവിടെ ഒട്ടിപ്പിടിച്ചത്? പെട്ടെന്ന് ലിക്വിഡ് റിലീസ് ചെയ്യേ. ലിക്വിഡ് പോകുന്നില്ല, അത് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അവരെ ചെടിയുടെ അവിടെ ഒളിച്ചിരിക്കുക. എടാറാം, മരക്കുറ്റി പോലെ അങ്ങനെ ഇരിക്കാതെ ചുറ്റുപാറ്റൊന്ന് ശ്രദ്ധിക്കേ. കളി കുറച്ച് കൂടി കുട്ടി. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് നിന്റെ കഥ തീരും. താങ്ക്സ് രേവ.
Thank you, Shiva. Thank you, Gundas. Say 3 cheers to Shiva. Hip hip hooray! Hip hip hooray! Hip hip hooray!